ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആർക്കും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എണ്ണക്കടി താല്പര്യമില്ലാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മളിതുപോലെ ഒന്ന് അടച്ച് വെക്കുമ്പോൾ വേഗം തന്നെ ഇത് വഴന്ന് കിട്ടിക്കോളും. പിന്നെ ഒരു 90% വഴന്ന് കിട്ടിയാൽ മതി. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള ഇവിടെ ആവശ്യത്തിനൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട, ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം പോകുന്നവരെ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ്. ചിക്കന് പകരം നമുക്കിതിലേക്ക് ബീഫ് ചേർത്തിട്ടും ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ബീഫ് ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ ഇതിലേക്ക് എടുക്കേണ്ടത്. അതിന് പ്രത്യേകമായിട്ട് കണക്കൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബീഫ് ഇതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയ്ക്ക്. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. മൈദപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതുപോലെ ഉപ്പും ഓയിലും പൊടിയുടെ എല്ലാം അടുത്ത് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ആവശ്യം വന്നത്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരേ വലുപ്പത്തിലുള്ള 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 6 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയർ ആയിട്ട് ചെയ്താലും മതി. മിനിമം 3 ലെയറെങ്കിലും വേണം. അപ്പോൾ 3 ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവൊക്കെ ഇതിൻ്റെ പകുതിയാക്കി എടുത്താൽ മതി കേട്ടോ. 3 ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടിക്ക് പകരം 3/4 കപ്പ് പൊടി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് നമ്മൾ ഏത് പാനിലാണോ ഇത് ചെയ്തെടുക്കുന്നത് ആ പാനിൻ്റെ വലുപ്പത്തിലാണ് ഓരോ പത്തിരിയും പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ പത്തിരി പരത്തിയെടുക്കുന്നത്. ആദ്യം കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പറ്റാവുന്നത്ര കനം കുറച്ച് ഇത് പരത്തിയെടുക്കാം. കാരണം നമ്മളിത് നന്നായിട്ട് കനം കുറച്ച് പരത്തിയാൽ മാത്രമേ ഉള്ളൂ ചട്ടിപ്പത്തിരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ഇത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നല്ല കനം കുറച്ച് പറ്റാവുന്നത്ര കനം കുറച്ച് ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്.
നമ്മളിത് ഇതുപോലെ പാനിലേക്കൊന്ന് വെച്ച് നോക്കുമ്പോൾ പാനിൽ കണക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ എല്ലാ പത്തിരിയും പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പത്തിരിയും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചൂടാക്കിയെടുത്ത പാനിലേക്ക് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് സമയം നമ്മൾ ചപ്പാത്തിയൊക്കെ വേവിക്കുന്ന പോലെ ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വാട്ടിയെടുത്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. വേഗം തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളൂ. ഇത് കണ്ടില്ലേ, ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ. ബാക്കിയുള്ള പത്തിരികളെല്ലാം ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മുട്ടയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഈ പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനുള്ള പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടിയിലും സൈഡ് ഭാഗത്തും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പത്തിരി എടുത്ത് മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ മുക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ പത്തിരി നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പത്തിരി പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. 5 ലെയർ ആയിട്ടാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം തന്നെ ഫില്ലിംഗ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പത്തിരി എടുത്ത് മുട്ടയുടെ മിക്സിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ മുക്കിയെടുക്കണം. അപ്പോഴാണ് പത്തിരി നല്ല സോഫ്റ്റായി കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ മേലെ ഈ പത്തിരി വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയർ ഫില്ലിംഗ് അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മുട്ട പുഴുങ്ങിയെടുത്തത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലാണ് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയറിൽ വെച്ച് കൊടുക്കണമെന്നില്ല, രണ്ടാമത്തെ ലെയറിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത പത്തിരി എടുത്ത് ഇതുപോലെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതേ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ പത്തിരി തീരുന്ന വരെ ചെയ്ത് കൊടുക്കാം. ആദ്യം പത്തിരി മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ പത്തിരി തീരുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി വരുന്നത് ഇതുപോലെ ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതുപോലെ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നത്. ഇനി മുട്ടയുടെ മിക്സ് ഇതുപോലെ ബാക്കി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു പഴയ തവ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഈ തവയൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ സ്നാക്ക് ഇതുപോലെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഈ സ്നാക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇതിൽ മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പാൻ അനുസരിച്ചും കുക്കിങ്ങിന്റെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് കുക്കായി കിട്ടിക്കോളും. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് തുറന്ന് നോക്കാണ്. ഇതിന്റെ മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടു പോകുന്നുള്ളൂ. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചട്ടിപ്പത്തിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്